സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. നിലമ്പൂർ അംഗം ആരംഭിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. സസ്പെൻസ് പക്ഷേ തീർന്നില്ല. 23 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ കണക്ക് കൂട്ടലിൻ്റെതാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഈ തീരുമാനം തങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവുക, ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ട്രെൻഡുകൾ പ്രകടമായി എന്നടക്കമുള്ള വിശദമായ കണക്കെടുപ്പുകളുടെ മണിക്കൂറുകളാണ് ഇനി കടന്നു പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായ കണക്കെടുപ്പുകൾ നടത്തും. ഒപ്പം മറ്റ് വിലയിരുത്തലുകൾ കൂടി പ്രസക്തമാണ്. മണ്ഡലത്തിൽ ഭേദപ്പെട്ട പോളിംഗിലേക്ക് ഉയർന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് 75% വരെ പോളിംഗ് ഉയർന്നേക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ പോരാട്ടത്തിൽ ജനങ്ങളതിനെ ഏറ്റെടുത്തു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചണ്ഡമായ ആ പ്രചരണം ജനങ്ങളും ഏറ്റെടുത്തു. പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ എത്തി എന്ന് തന്നെ നമുക്ക് കരുതാം. എന്താണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയം? 23-ന് വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള കണക്കെടുപ്പുകളും സാഹചര്യങ്ങളും അടക്കം വിശദമായി ഈ മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നിലമ്പൂർ രംഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ അവകാശവാദങ്ങളാണ് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളെ ഒന്നുകൂടി സങ്കീർണമാക്കുന്നത്. കാരണം പ്രധാന സ്ഥാനാർത്ഥികളെല്ലാവരും തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിൽ UDF ഈ മണ്ഡലം തിരികെ പിടിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. തൻ്റെ പിതാവ് ജനപ്രതിനിധിയായിരുന്ന മണ്ഡലം തങ്ങൾ പിടിച്ചു കഴിഞ്ഞു എന്ന അവകാശവാദം UDF വലിയ കോൺഫിഡൻസിൽ ഉയർത്തുന്നുണ്ട്. ഈ അവകാശവാദത്തിൽ എത്ര കഴമുണ്ട് എന്നത് പരിശോധനയുണ്ട്. അതേസമയം M സ്വരാജും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്ന M സ്വരാജിൻ്റെ വാദമുണ്ട്. അതേസമയം PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വമ്പൻ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്. 75,000-ൽ പരം വോട്ടുകൾ പിടിക്കും എന്ന് മാത്രമല്ല 30,000-ൽ പരം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന വമ്പൻ അവകാശവാദങ്ങളും PV അൻവറും പങ്കുവയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 3 പേരും എന്തൊക്കെയാണ് അവരുടെ അവകാശവാദങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ വേഗത്തിലൊന്ന് കേൾക്കാം. UDF തകർക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA മാറുക. അതിനേക്കാളും വലുത് ഞാൻ MLA ആവുക അല്ലേ എന്നുള്ളതിനേക്കാളും വലുത് UDF തിരിച്ചു പിടിക്കുകയാണ്. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ആര്യാടൻ്റെ മണ്ഡലം തിരിച്ചു പിടിക്കും. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ഇനി എണ്ണി എത്രയാണെന്നുള്ളത് തീരുമാനിച്ചാൽ മാത്രം മതി. എത്ര ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാമോ? ഇനി ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം. മണ്ഡലത്തിലെ പൊതുവായ സ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. ഓരോ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പോൾ ഉള്ള പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ചെല്ല ബൂത്തുകളിൽ ചിലതിലൊക്കെ 75-നോട് അടുക്കുന്നുണ്ട്. അപ്പം അല്ല 100% വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ആത്മവിശ്വാസം എന്താ? ഈ പാവപ്പെട്ട മനുഷ്യന്മാർ നിൽക്കുമ്പോൾ നമ്മളെന്തിനാ ആത്മവിശ്വാസക്കുറവ്? ഈ ജനങ്ങളാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും അല്ലാത്ത PV അൻവർ അന്നും ആളുണ്ടായിട്ടില്ല. 2014 നിലമ്പൂരിൽ കൂടെ ജീപ്പിൻ്റെ മൊത്തം കയറി 14 ദിവസം അന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു ജീപ്പിൻ്റെ മുകളിൽ കയറി ഇതിലെങ്ങനെ നിലമ്പൂരിലൂടെ പോയി ഒറ്റ റൗണ്ട് അടിച്ചത്. അതിന് 9,000, 8,900 വോട്ട് കിട്ടി. അപ്പം അതൊക്കെ ജനങ്ങളല്ലേ. 70% മുകളിൽ പോളിംഗ് ഉണ്ട്. എത്ര വോട്ട് പ്രതീക്ഷ? 75,000-ന് മുകളിൽ കിട്ടുന്നതന്നെയാണ് പ്രതീക്ഷ. 75,000-ൽ കുറേത്തെ വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭൂരിപക്ഷത്തെക്കുറിച്ച് എങ്ങനെയാണ്? ഭൂരിപക്ഷം ഈ പറഞ്ഞില്ല, 10,000-30,000 വോട്ടുണ്ടാവും. അതാണ് അൻവറിൻ്റെ അവകാശവാദം. എന്തായാലും അൻവർ ഉന്നയിക്കുന്ന അൻവറിൻ്റെ പ്രതീക്ഷ ഒക്കൊപ്പം കാര്യങ്ങൾ ഉയരുമോ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അവകാശവാദങ്ങൾ സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥികളും മുന്നണികളും അത്ര അവകാശവാദങ്ങൾ ഉന്നയിക്കും. പക്ഷേ പോളിംഗിന് ശേഷവും അല്പം യാഥാർത്ഥ്യമുള്ള കണക്കുകൾ പങ്കുവെച്ചുകൂടെ എന്ന സ്വാഭാവിക ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഇതവരുടെ പ്രതീക്ഷകളാവും. വിശദമായി തന്നെ നമുക്കിതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിക്കാം. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോളോ ചെയ്ത 3 പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടി എനിക്കൊപ്പമുണ്ട്. BV അരുൺ, CV അനുമോദ്, ഒപ്പം തന്നെ MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം അരുൺ, ഈ പ്രതീക്ഷകൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഇടതു ക്യാമ്പിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. ഇടതു ക്യാമ്പിൽ സ്വരാജ് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങൾ, അവകാശവാദങ്ങൾ, സ്വരാജിൻ്റെ വാക്കുകളിൽ വലിയ കോൺഫിഡൻസ് നമുക്ക് തോന്നില്ലെങ്കിലും പക്ഷേ പൊതുവിൽ ഇടതു കേന്ദ്രങ്ങൾ വലിയ ഭൂരിപക്ഷ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ട്, വിജയപ്രതീക്ഷകളുണ്ട്. അത് എത്ര കണ്ട് ആ വാദത്തോട് വസ്തുതയുണ്ട്? കാരണം പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും? എന്താണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ?
സത്യത്തെ പോളിംഗ് ശതമാനത്തിലെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന 73.15% ഇതുവരെയുള്ള കണക്ക്. ഒരുപക്ഷെ 75-ന് അടുത്തെത്തി നിൽക്കാം. 76.81 കഴിഞ്ഞ തവണ 2021 പോളിംഗ് ശതമാനം എത്താൻ സാധ്യത കുറവാണെങ്കിലും 75% നല്ല പോളിംഗ് ആണ്. പ്രത്യേകിച്ചും നിലമ്പൂരിലെ കാലാവസ്ഥ പരിഗണിക്കുമ്പോൾ. മാത്രവുമല്ല, അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ്. മാസങ്ങൾക്ക് മാത്രം അകലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ജനങ്ങൾ സാധാരണ ആ രീതിയിൽ സ്വീകരിക്കാറില്ല. പ്രത്യേകിച്ചും ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള പ്രിയങ്കാഗാന്ധി ഉപതെരഞ്ഞെടുപ്പ് പോലും വലിയ രീതിയിൽ ജനങ്ങൾ ആ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ നല്ല പോളിംഗ് ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ മുന്നണികളുടെ അവകാശവാദങ്ങളുടെയും ആശങ്കകളുടെയും ഒരുപോലെ അടിസ്ഥാനം. 3 മുന്നണികളും അവകാശവാദത്തിൽ നിന്ന് ധരിമ്പൂരും പിന്നോട്ട് പോകുന്നില്ല. എം സ്വരാജ് പൊതുവിൽ ഒരു മിതമായ പ്രതികരണമാണ് എല്ലാ കാര്യങ്ങളിലും ഈ സ്ഥാനാർത്ഥിയായ ശേഷം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരം ഒരു പരാമർശം നടത്തിയത്. പക്ഷേ LDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം സ്വരാജിന് മണ്ഡലത്തിൽ പൊതുവെ ലഭിച്ച സ്വീകാര്യത. പുതിയ വോട്ടർമാർ, ആ വോട്ടർമാരിൽ വലിയ പിന്തുണ എം സ്വരാജിന് ലഭിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട്. തുടക്കം തൊട്ട് അത്തരമൊരു വിലയിരുത്തൽ CPM കേന്ദ്രങ്ങളും ഇടതു കേന്ദ്രങ്ങളും നടത്തുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റ് 2 സ്ഥാനാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്കുള്ള മേന്മ, മികവ്, അത് സ്വാഭാവികമായി മണ്ഡലത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് അവർ കരുതുന്നു. മറ്റൊന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലും വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തു എന്നവർ കരുതുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത മുസ്ലിം വിഭാഗങ്ങൾ, അത് പൂർണ്ണമായും ഇടതുമുന്നിലേക്ക് വോട്ട് വന്നു എന്നുള്ളതല്ല, PV അൻവറിന് ആ വോട്ട് പോയേക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി CPM കേന്ദ്രങ്ങൾക്കുണ്ട്. അത് വളരെ ഒരു യാഥാർത്ഥ്യബോധത്തെ ഒരു വിലയിരുത്തലായി കൂടി കാണണം. PV അൻവർ നേരത്തെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ PV അൻവറിൻ്റെ ഒരുപക്ഷെ വളരെ പിന്നിൽ പോകുന്ന, പേരിന് വേണ്ടി മാത്രം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാകുമോ എന്നതിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അടുക്കുമ്പോൾ PV അൻവർ വലിയ പോരാട്ടം മണ്ഡലത്തിൽ കാഴ്ചവെച്ചു എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇത് നമ്മൾ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ, ഓരോ പഞ്ചായത്തുകളിലേക്കും ബൂത്തുകളിലേക്ക് പോകുമ്പോഴും PV അൻവറിൻ്റെ പ്രവർത്തന രീതി മറ്റൊരു പ്രത്യേകതരമായ ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു. നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിലൊക്കെ വലിയ പരസ്യ പ്രചരണത്തിന് പോയിരുന്നില്ല PV അൻവർ. മറ്റ് 2 മുന്നണികളും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പ്രചരണത്തെത്തുമ്പോൾ ചില പോക്കറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണമായിരുന്നു PV അൻവറിൻ്റേത്. യൂസഫ് അത്താൻ്റെ റോഡ് ഷോയോട് കൂടിയാണ് PV അൻവർ മറ്റു തലത്തിലേക്ക് പ്രചരണം മാറ്റിയത്. ഇന്നും അദ്ദേഹം ഈ ബൂത്തുകൾ സന്ദർശിക്കുന്നതിന് ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് തോന്നലുള്ള, അല്ലെങ്കിൽ തനിക്ക് തന്നോട് ആഭിമുഖ്യമുള്ള പ്രദേശങ്ങളിലെ വീടുകൾ കൂടി കേന്ദ്രീകരിച്ച് PV അൻവർ പ്രചരണം നടത്തിയിരുന്നു. അവരെ അദ്ദേഹത്തിനൊപ്പം ചില പ്രാദേശിക പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. ശരി അരുൺ, ഞാൻ വരാം. നമുക്ക് അൻവർ ഫാക്ടർ അടക്കം നമുക്ക് വിശദമായി പരിശോധിക്കാം. അനുമോദ്, ഒരു കാര്യം, UDF അരുണിനോടാണ് ആര്യാടൻ ഷൗക്കത്ത് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ഈ മണ്ഡലമെന്ന്. അത്രയധികം കോൺഫിഡൻസ് പങ്കുവയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ടോ? UDFിൻ്റെ കണക്കെടുപ്പിൽ നമുക്ക് അവസാനമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ, ചിലയിടങ്ങളിൽ തിരിച്ചടിയുടെ സൂചനകൾ അവർ മണക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആരോപണങ്ങൾ തിരിച്ചടിച്ചു എന്ന ചില പ്രതീക്ഷകളും വരുന്നുണ്ട്, എന്ന ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ഈ ഷൗക്കത്ത് അവകാശപ്പെടുന്നത് പോലെ യഥാർത്ഥത്തിൽ UDF ക്യാമ്പിന് അത്ര വലിയൊരു പ്രതീക്ഷയുണ്ടോ? UDF ക്യാമ്പ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അടിയൊഴുക്ക് എന്നുള്ളൊരു വലിയ ഫാക്ടർ UDF ഭയക്കുന്നുണ്ട്. 2 തരത്തിലാണ് അത് UDF കാണുന്നത്. ഒന്ന്, PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ. 2, UDFിൻ്റെ തന്നെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ചോർച്ച. ഇത് 2 UDF ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും 15,000 ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഓരോ പഞ്ചായത്തുകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു പോളിംഗ് ശതമാനം സത്യത്തിൽ UDF കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട്, പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് ഏത് തരത്തിൽ ഈ ഒരു ഗതിയെ മാറ്റുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായൊരു ചിത്രം വന്നിട്ടില്ല. ഇവിടെ നേരത്തെ വഴിക്കടവിലും അതേപോലെ തന്നെ UDFിന് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള എടക്കരയിലും അമരമ്പലത്തും കരുളായിലും പോത്തുകളിലുമൊക്കെ PV അൻവർ ആഴത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അത് ആ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് അൻവർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങളിൽ UDFിൻ്റെ വോട്ടുകൾ എത്രമാത്രം ചോരുമെന്ന ആശങ്ക സത്യത്തിൽ UDFിനുണ്ട്. അതോടൊപ്പം തന്നെ VV പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ നടപടി, അവരുടെ പരസ്യമായി UDF സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞില്ലെങ്കിൽ പോലും കറുത്ത വസ്ത്രം ധരിച്ചു വന്നതും ഏറ്റവും അവസാനം വന്നതും ഇതെല്ലാം തന്നെ പ്രതീകങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിയൊഴുക്ക് UDF ഭയക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി മണ്ഡലത്തിന് പരിശോധിക്കാം. അതായത് പോളിംഗ് ശതമാനത്തിലേക്ക് വരുമ്പോൾ 2025 ഇന്ന് നടന്ന
പോളിംഗിൽ 72%. ഈ കണക്ക് പൂർണ്ണമല്ല, ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. 75% വരെ പോളിംഗ് ഉയർന്നേക്കാമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ചില മേഖലകളിൽ നിന്ന് ഇതുവരെയും പോളിംഗ് കണക്കുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില പ്രത്യേക ബൂത്തുകൾ, ചില റിമോട്ട് ഏരിയകൾ, അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കിൽ വലിയ മാറ്റമുണ്ടായേക്കാം. 72 അല്ല, 75% വരെയെങ്കിലും പൂർണ്ണമാണ്. ഈ കണക്ക് പൂർണ്ണമല്ല എന്ന കാര്യം പ്രത്യേകം പ്രേക്ഷകർ ഓർമ്മിക്കുക. മറ്റൊന്ന്, നമുക്ക് സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ തൊട്ട് മുമ്പ് 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ നടന്നത് 76.81 പോളിംഗ് ആണ്. അങ്ങനെയെങ്കിൽ 75% ഈ ബൈ ഇലക്ഷനിൽ പോളിംഗ് ഉണ്ടായാൽ സ്വാഭാവികമായും അതിനോട് ചേർന്ന് നിൽക്കുന്ന പോളിംഗ് ശതമാനം ഉണ്ടാകും. 2016 78.67% പോളിംഗ്. 2011 77.79% പോളിംഗ് ഉണ്ടായിരുന്നു എന്നതാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ, നിയമസഭയിലേക്ക് നടന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ ഉള്ള പോളിംഗ് ശതമാനം. അതുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് വരുന്ന കണക്ക് വളരെ ശ്രദ്ധേയമാണ്. 75%-ഓളം പോളിംഗ് വരും. അതിനർത്ഥം 2021 കേരളത്തിൽ ഒരു വലിയ കോവിഡ് കാലത്ത് നടന്ന ആ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ സാഹചര്യം ഉയരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. ഒപ്പം ഈ പോളിംഗ് ശതമാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 2025 നിയമസഭയിൽ, അതായത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണക്ക് പൂർണ്ണമല്ലാത്ത 72-75% വരുന്ന പോളിംഗ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 നിയമസഭയിൽ 76.81% പോളിംഗ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 2024 ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വെറും 64% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74% പോളിംഗ് ഉണ്ടായിരുന്നു. അതായത് തൊട്ട് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 64% മാത്രം പോളിംഗ് രേഖപ്പെടുത്തിയെടുത്തുന്നതാണ് 10%-ലധികം ഉയർന്ന ഒരു പോളിംഗ് ശതമാനം ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘടകങ്ങൾ തന്നെയാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് കരുതാം. അരുൺ, വേഗത്തിൽ ഒരു കാര്യം, അതായത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രചണ്ഡമായ പ്രചരണ രീതികൾ ജനം ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, സവിശേഷതയാർന്ന ആ രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ ഈ സൂചനകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നില്ലേ? തീർച്ചയായിട്ടും ജനം ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തു. ഒരുപക്ഷെ അത് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിനുള്ള അവരുടെ പ്രതികാരമോ അല്ലെങ്കിൽ മറുപടിയോ ആകാം. അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അതേപടി ഏറ്റെടുത്തു എന്നും കരുതാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനം എന്തോ ഒന്ന് തീരുമാനിച്ചു തന്നെയാണ് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും വലിയൊരു പോളിംഗ് ശതമാനം ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. പ്രതികൂല ഘടകങ്ങൾ നിരവധി ഉണ്ടായിരുന്നു, അവർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. മാസങ്ങൾക്കപ്പുറത്തേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യം, കാലാവസ്ഥ പ്രതികൂലമാണ്, അത്തരം നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മറികടന്ന് ജനം ഈ വോട്ട് ചെയ്തെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, അവർ ഒന്നുകിൽ വളരെ പോസിറ്റീവായ ഒരു വോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വോട്ടായിരിക്കാം. ഇത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷകരമായി മാറുമെന്നൊക്കെ വോട്ടെണ്ണുമ്പോൾ അറിയാൻ കഴിയും. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണവും ഉപതെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യവും ഒക്കെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ നമുക്ക് വിലയിരുത്താനാകും. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. ഇനി മുന്നണികളുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷകൾ കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്, സാഹചര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, UDFന്റെ തെരഞ്ഞെടുപ്പിനെ നയിച്ച AP അനിൽകുമാർ, വണ്ടൂർ MLA കൂടിയായ AP അനിൽകുമാർ തികഞ്ഞ വിജയ പ്രതീക്ഷ പങ്കുവെക്കുന്നു. ഒപ്പം ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പിനെ നയിച്ച A വിജയരാഘവനും വലിയ ആത്മവിശ്വാസത്തിലാണ്. വേഗത്തിൽ രണ്ട് നേതാക്കളുടെയും വാക്കുകൾ കേൾക്കാം. UDFന്റെ ഒരു പതിവ് ചേരുവയുണ്ട്. രാഷ്ട്രീയ തിരിച്ചടികളെ അതിജീവിക്കാൻ, രാഷ്ട്രീയ പോരായ്മകളെ അതിജീവിക്കാൻ, എല്ലാ വർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ UDF എക്കാലവും സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. പുതിയ പുതിയ വർഗീയ ശക്തികളെയും വർഗീയ ചേരിയെയും താങ്കളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നിഗൂഢ പദ്ധതികളാണ് UDFിൽ. ഞങ്ങൾ ആദ്യം ഇവിടെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. അത് UDF പ്രവർത്തകർക്ക് മാത്രമല്ല, LDFിനകത്തുള്ളവർക്കും അതുണ്ട്. അവരുടെ ആ ഒരു പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, 15,000-ൽ താഴില്ല എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടതുള്ളത്. ഇതാണ് പ്രതീക്ഷകൾ. അതായത് ഇരു മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അൻവറിന്റെ വാക്കുകൾ നേരത്തെ നമ്മൾ കേട്ടതുമാണ്. നേതാക്കൾ ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ എന്തായിരുന്നു ഈ പ്രതീക്ഷ, ഈ പ്രതീക്ഷയ്ക്കൊത്ത സാഹചര്യം വന്നോ എന്ന കണക്കെടുപ്പ് കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. നമുക്ക് UDFന്റെ പ്രതീക്ഷകളിലേക്ക് വരാം. UDF, അൻവർ 10,000-ഓളം വോട്ടുകൾ പിടിക്കുമെന്ന ഒരു പ്രതീക്ഷ UDFനുണ്ട്. കാരണം അൻവർ ആയിരുന്നല്ലോ ഇവിടുത്തെ മുഖ്യ ഫാക്ടർ. അൻവർ ഫാക്ടർ
ഇരു സ്ഥാനാർത്ഥികളെയും ബാധിക്കും. അതിൽ UDFിൻ്റെ പ്രതീക്ഷ ഏകദേശം 10,000-ഓളം വോട്ടുകൾ അൻവർ പിടിക്കും. അത്തരം പ്രതീക്ഷ അവർ നേരത്തെ പങ്കുവച്ചതാണ്. ഒപ്പം മണ്ഡലത്തിൽ പൂർണ്ണമായും ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാര്യവും UDF പൊതുവിൽ പ്രതീക്ഷിക്കുന്നതാണ്. മറ്റൊന്നുകൂടിയുള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കി, തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചു, തങ്ങൾക്ക് അനുകൂലമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കപ്പെട്ടു എന്ന് UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് ഈ പോളിംഗിന് ശേഷം. മറ്റൊന്ന്, അവർക്ക് ഏറ്റവും പ്രധാനം 15,000-ഓളം ഭൂരിപക്ഷം കിട്ടും. ചുരുങ്ങിയ കണക്കെടുപ്പാണ്. 15,000-ഓളം ഭൂരിപക്ഷം എന്ന കണക്കെടുപ്പിലേക്ക് UDFിൻ്റെ പ്രതീക്ഷകൾ വരുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ചുങ്കത്തറ, മൂത്തേടം, എടക്കര ഈ പഞ്ചായത്തുകളിൽ വൻ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയും പൊതുവിൽ UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെ ഈ അവസാന ഘട്ടത്തിൽ വന്ന ചില കണക്കെടുപ്പുകളിൽ നിന്നുണ്ടാകുന്നു. ഈ 3 മണ്ഡലങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അതായത് ചുങ്കത്തറ, മൂത്തേടം, എടക്കര ഈ 3 പഞ്ചായത്തുകളും 2021 ഏറ്റവും ഒടുവിലത്തെ ആ തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിച്ചപ്പോഴും UDFിന് ഭൂരിപക്ഷം നൽകിയ ഇടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു UDF അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ തങ്ങൾക്ക് ഈ 3 പഞ്ചായത്തുകളിൽ വലിയ നേട്ടമുണ്ടാകും. ശ്രദ്ധിക്കുക, ചുങ്കത്തറ, മൂത്തേടം, എടക്കര ഈ 3 പഞ്ചായത്തുകളിൽ വലിയ നേട്ടമുണ്ടാകും എന്ന് തന്നെയാണ് UDFിൻ്റെ പ്രതീക്ഷകളിലേക്ക് വരുന്ന കാര്യം. പക്ഷേ അവർക്ക് ഒരുപക്ഷെ കൂടുതൽ കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ BV പ്രകാശ് പോലെയുള്ള ഫാക്ടറുകൾ അത് പുറമേക്ക് ഒന്നും ഉണ്ടായില്ല എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഉള്ളിൽ അത് ചില പഞ്ചായത്തുകളിലെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കി എന്ന കരുതൽ, ഒരു വിലയിരുത്തൽ അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് സാഹചര്യം. അനുമോദുണ്ട്. അനുമോദ്, ഈ BV പ്രകാശ് ഒരു ഫാക്ടറായി ഈ തെരഞ്ഞെടുപ്പിൽ UDFിനെതിരെ പ്രവർത്തിച്ചെങ്കിൽ അത് പ്രകടമാവുന്നത് ഏതു മേഖലയിലാണ്? അങ്ങനെ ഉണ്ടായി എന്ന് UDF കരുതാനുള്ള കാരണം എന്താണ്? VV പ്രകാശ് ഒരു ഫാക്ടർ തന്നെയാണ് എന്ന് തന്നെ കരുതുവാൻ. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ VV പ്രകാശിൻ്റെ വീട്ടിൽ ഷൗക്കത്ത് പോകാത്തത് വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. അൻവർ അത് മുതലെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയതും. തുടർന്ന് VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയി M സ്വരാജും തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശന തലേ ദിവസം വലിയ വിവാദങ്ങൾ UDFിനെ സമ്മർദ്ദത്തിലാക്കി. VV പ്രകാശിൻ്റെ അണികൾക്ക് എല്ലാ മേഖലയിലും സ്വാധീനമുണ്ട് എന്ന് തന്നെ കരുതണം. പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിലേക്കൊരു അടിയൊഴുക്കാകുമോ എന്നുള്ള സംശയം അത് അങ്ങനെ വെച്ചു പുലർത്താനാകില്ല. ഒരുപക്ഷെ അദ്ദേഹത്തോടുള്ള സ്നേഹം കാരണം കുറച്ച് പേർ അത് വോട്ട് ചെയ്യാതെ മാറി നിൽക്കാം, അല്ലെങ്കിൽ അൻവറിന് അനുകൂലമായിട്ട് നിന്നേക്കാം. പക്ഷെ അതൊരു വലിയ അടിയൊഴുക്കായിട്ടുണ്ടാകുമെന്ന് പറയാനാകില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം VV പ്രകാശിൻ്റെ തന്നെ അണികൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തോട് ചെയ്ത് നീതീകരിക്കുന്ന കാര്യമല്ലെന്ന് പറയുമ്പോൾ പോലും UDFിനെ ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്ന തരത്തിലേക്ക് ഒരു നിലപാടെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എടക്കര പഞ്ചായത്തിൽ സ്വാഭാവിക VV പ്രകാശിൻ്റെ സ്വന്തം നാടാണ്. എടക്കര പഞ്ചായത്തിലും വഴിക്കടവ് പഞ്ചായത്തിലും ഒക്കെ VV പ്രകാശിന് മറ്റിടങ്ങളേക്കാൾ കൂടുതൽ നേരിട്ട് ആത്മബന്ധമുള്ള അണികളുണ്ട്. അവിടെയൊക്കെ ഒരുപക്ഷെ VV പ്രകാശിൻ്റെ കുടുംബത്തോട് കാണിച്ച ഈ ഒരു പെരുമാറ്റം, അത് നേതാക്കളുടെ ഭാഗത്തുള്ള സമീപനം, അതൊരു പക്ഷേ ഒരു സ്വാധീനം സൃഷ്ടിച്ചേക്കാം. പക്ഷേ അതെന്താണെങ്കിലും UDFിനെ വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് VV പ്രകാശിൻ്റെ ആ ഒരു ഫാക്ടർ അത് ഉണ്ടാകില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ VV പ്രകാശിനോട് അടുത്ത ആളുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആണ് നമ്മളിത് പറയുന്നത്. അത് വലിയ ഒരു ഘടകമായി UDFിന് വലിയൊരു തലവേദനയായി മാറില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. യെസ്, എന്തായാലും അൻവർ ഒരു വലിയ വോട്ട് പിടിക്കുമെന്ന് UDFും കരുതുന്നുണ്ട്. അനുമോദിലേക്ക് വരാം. അൻവർ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തനിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യവും വൻ നേട്ടവും ഉണ്ടാക്കുമെന്ന് അൻവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ VV പ്രകാശ് ഫാക്ടർ അത് എത്ര കണ്ട് UDFിനെ സ്വാധീനിക്കുമെന്ന ഒരു പരിശോധന കൂടി നമുക്ക് നടത്താം. അനീഷ് കുമാർ ചേരുന്നു. അനീഷാണ് ഈ VV പ്രകാശിൻ്റെ ഭാര്യയോടും പിന്നെ മകളുമായി അവർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അനീഷ് തന്നെ അവരോട് ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിൽ അവർ പ്രതികരിച്ചത്, ഞങ്ങൾ UDFിനൊപ്പമാണ്, ഞങ്ങളുടെ പാർട്ടി UDF ആണ്. അതായത് പുറമേക്ക് തങ്ങൾക്കൊരു അനിഷ്ടവുമില്ല എന്ന് തോന്നൽ ഉളവാക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർ ധരിച്ച വസ്ത്രത്തിലും അതൊക്കെ ഒരു സ്വാഭാവികമായും ഒരു സൂചകങ്ങളാണോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു ഫാക്ടറായി മാറിയിട്ടുണ്ടോ? ഈ പ്രകാശുമായി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും അടുത്ത കേന്ദ്രങ്ങളൊക്കെ ഈ UDFിന് വേണ്ടി പൂർണ്ണമായും അവർ രംഗത്തുണ്ടായിരുന്നു. അതൊരു ഫാക്ടറായി അവിടെ മാറിയിട്ടുണ്ടോ എന്ന വികാരം പങ്കുവയ്ക്കുന്നുണ്ട്. സജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ രാവിലെ മുതൽ ഒരു ആശങ്ക UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഈ പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് ചെയ്യാൻ വരുമോ എന്നത് സംബന്ധിച്ച് പല ബൂത്ത് തലത്തിലെ നേതാക്കളും ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാത്ത സാഹചര്യം. എപ്പോൾ അവർ വോട്ട് ചെയ്യുമെന്ന് പോലും കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഏതാണ്ട് ഉച്ചവരെ. ഇതിനുശേഷം ഏതാണ്ട് ഒരു 1:30-2 മണിയോടുകൂടിയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയും അവർ കൊട്ടിയൂരിൽ നിന്നും പുറപ്പെട്ടു എത്താറായി എന്നൊരു കൃത്യമായ ചിത്രം നൽകാൻ കഴിയുകയും ചെയ്തത്. നമ്മൾ അവരുടെ വീട്ടിൽ പോയി ബൂത്തിൽ
നിൽക്കുന്ന, അവരോട് ഏറെ അടുത്ത് പ്രവർത്തിക്കുന്ന, അതായത് ഈ പ്രകാശിന്റെ വീട്ടിൽ പോയി രാവിലെ ചായയും കുടിച്ച് പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്ന ബൂത്ത് പ്രവർത്തകരാണ്. അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ബൂത്ത് പ്രവർത്തകരോടാണ് ഏറ്റവും അധികം ആത്മബന്ധം ഉണ്ടാവുക. അവർക്ക് പോലും കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായ കാര്യത്തെക്കുറിച്ച് വലിയ സമ്മർദ്ദം UDF നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായ ശേഷം അവർ വരുന്നു, കറുത്ത വസ്ത്രം ധരിച്ചു വന്ന് വോട്ട് രേഖപ്പെടുത്തി മടക്കുന്നു. ഇത് ഏറ്റവും ശ്രദ്ധേയം. ഈ പി സ്മിതയും നന്ദനയും വോട്ട് രേഖപ്പെടുത്തി താഴേക്ക് മടങ്ങുമ്പോൾ അതിന് തൊട്ട് അടുത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ബൂത്ത് ഓഫീസിലുണ്ട്. പക്ഷേ അവർ ഈ ആര്യാടൻ ഷൗക്കത്ത് ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞ കുടുംബം ആര്യാടൻ ഷൗക്കത്തിനെ നേരിട്ട് പോയി കാണുന്നതിനോ തയ്യാറായില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ആര്യാടൻ ഷൗക്കത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടുന്നും 100 മീറ്റർ മാത്രം മാറിയാണല്ലോ ഈ പ്രകാശിന്റെ വീടുള്ളത്, ഇപ്പോഴെങ്കിലും പോകുമോ, അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞെങ്കിലും പോകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറ്റുത്തരങ്ങൾ പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്നും ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതായത് ആ കുടുംബത്തിന് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ UDF ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് പ്രകാശിന് എക്കാലത്തും ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ടി. ആ പ്രകാശിനെ വിട്ടൊരു ജീവിതം ഇവർക്കില്ല. അതുകൊണ്ട് പൂർണ്ണമായും പ്രകാശിന്റെ ആദർശത്തോട്, പ്രകാശിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചത്. അവർ ധീരമായി തങ്ങളുടെ നിലപാട് വോട്ട് ചെയ്ത ശേഷം രേഖപ്പെടുത്തുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറുന്ന ഒരു പ്രതികരണമായിരുന്നു. ഒരുപക്ഷെ ഈ രാവിലെ വോട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് 7 മണിക്കോ 8 മണിക്കോ വന്നവർ വോട്ട് ചെയ്ത ശേഷം ഇത്തരമൊരു പ്രസ്താവന പുറത്തു വന്നിരുന്നെങ്കിൽ അത് UDF ക്യാമ്പിന് തന്നെ ഒന്നടങ്കം ഒരു ഉണർവ് പകരുന്നതായിരുന്നു. അതൊരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി തന്നെ UDFന് മാറ്റാൻ കഴിയുകയായിരുന്നു. പക്ഷേ ഇത് വൈകിയാണ് അത്തരമൊരു പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരം ചില ഘടകങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായും വോട്ട് ചോരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരി, എന്താ അനീഷ് സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും BV പ്രകാശ് ഒരു ഫാക്ടറായി UDFന് തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തൽ UDF കേന്ദ്രങ്ങൾ തന്നെ നടത്തുന്നു പോളിംഗിന് ശേഷം എന്നതാണ് സാഹചര്യം. എന്തായാലും കണക്കുകൾ തെളിയിക്കപ്പെട്ടിട്ട് നമുക്ക് 23-ാം തീയതി ഈ ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇടതുമുന്നണിയുടെ പ്രതീക്ഷകളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? അൻവർ 15,000-ഓളം വോട്ടുകൾ വരെ അതോ അതിന് മുകളിലേക്കോ പിടിക്കുമെന്ന ഒരു പൊതു പ്രതീക്ഷ ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം ഇടതു വോട്ടുകളിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന പ്രതീക്ഷകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വരാജിനൊപ്പമുള്ള ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന്, കേഡർ അനുഭാവി വോട്ടുകൾ കൃത്യമായി തന്നെ പെട്ടിയിലായിട്ടുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഇടതു കേന്ദ്രങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മറ്റ് ഇടതു പ്രതീക്ഷകളിലേക്ക് വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ കൂടി ഇടതുമുന്നണി നടത്തുന്നുണ്ട്. ഒപ്പം 5,000-ന് മുകളിൽ വരെ ഭൂരിപക്ഷം വിജയിക്കാം എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇടതുപക്ഷത്തിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തി നമുക്ക് പറയാനാവുക. അരുൺ, ഇടതുപക്ഷം LDF ഇത്തരമൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ അവർക്കറിയാം പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് വിജയിച്ച് കയറാൻ കഴിയുന്ന മണ്ഡലമല്ല നിലമ്പൂർ. അവർക്ക് ഇത്തവണ അനുകൂലമായ സാഹചര്യം നിലമ്പൂരിൽ അൻവർ മത്സരിക്കുന്നു എന്നതാണ്. പക്ഷേ അവസാന ഘട്ടങ്ങളിൽ ഉയർന്ന ആശങ്ക അൻവർ ചോർത്തുന്നത് ഇടതു വോട്ടുകളെ കൂടുതലായി ബാധിക്കുമോ എന്ന ഒരു പ്രശ്നം കൂടി ഉയർന്നിരുന്നു. അത്തരമൊരു ഭയം യഥാർത്ഥത്തിൽ ഈ പോളിംഗിന് ശേഷം ഇടതു കേന്ദ്രങ്ങൾക്കുണ്ടോ? അൻവർ പിടിച്ചിരിക്കുക UDF വോട്ടുകൾ തന്നെയാണോ എന്നതാണോ LDFിൻ്റെ കണക്കുകൂട്ടൽ? സത്യത്തെ 3 ഘടകങ്ങളാണ് ഇവിടെ ഇടതുമുന്നണി അവർക്ക് വിജയപ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടുന്ന. ഒന്ന്, M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ലഭിച്ച സ്വീകാര്യത. സത്യത്തെ പറഞ്ഞതുപോലെ ഞാനും ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ അതുതന്നെയാണ്. M സ്വരാജിന് ഒരു വല്ലാത്ത സ്വീകാര്യത ഇവിടെ ലഭിച്ചു. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ച അപ്പുറത്തേക്കുള്ള സ്വീകാര്യത. M സ്വരാജ് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ്. അതിനപ്പുറത്തേക്ക് അത്ര ജനകീയ അടിത്തറ അദ്ദേഹത്തിനുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത, പ്രത്യേകിച്ചും ചാനൽ ഡിബേറ്റുകളിലും ചർച്ചകളിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പ്രോഗ്രാമിലും ഒക്കെ ലഭിച്ച ഒരു സ്വീകാര്യതയുണ്ട്. നിലപാടുകൾ കൃത്യമായി പറയുന്ന ആൾ, അത് പലപ്പോഴും അപ്രിയ സത്യങ്ങൾ പോലും തുറന്നു പറയാൻ ധൈര്യം കാട്ടുന്ന നിലപാടുള്ള ഒരാളെന്നൊരു ഒരു ഇമേജ്, ഒരു പ്രതിച്ഛായ M സ്വരാജിനെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എതിർ പാളത്തിൽ നിൽക്കുന്നവരിൽ പോലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതാണ് CPM പ്രതീക്ഷിക്കുന്നത്. അവിടെ യുവ വോട്ടർമാരടക്കമുള്ളവർ അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വരാജിന് വലിയൊരു വോട്ട് വിഹിതം ആ വഴി ലഭിക്കുമെന്ന് CPM കണക്കൂട്ടുന്നു. മറ്റൊന്ന്, UDFിലെ പ്രശ്നങ്ങളാണ്. അത് ജമാഅത്തെ ഇസ്ലാമി പല ഘടകങ്ങൾ CPM കാണുന്നുണ്ട്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടുണ്ടാക്കുന്ന എതിർപ്പുകൾ, അത് എവിടേക്ക് വോട്ട് മാറാവുന്ന ഒരു സാഹചര്യം. M സ്വരാജ് അങ്ങനെ പറയുമ്പോൾ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വോട്ട് നൽകാവുന്ന ഒരു മുഖമാണ്. അദ്ദേഹത്തിന് പല നിലപാടുകളുണ്ടും. അങ്ങനെ അവിടെ ഒരു കാര്യം അതിൽ കാണുന്നുണ്ട്. മാത്രമല്ല, VV പ്രകാശിൻ്റെ കുടുംബത്തോടുള്ള UDF നേതാക്കളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ, പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ സ്ഥാനാർത്ഥിയുടെയും ഒരു നിലപാടുകൾ, VD സതീശിൻ്റെ ഒരു പരാമർശത്തിനെ വളരെ ശക്തമായി പ്രചരിപ്പിക്കും. എന്തിനവിടെ പോകണം എന്നൊരു ചോദ്യം CPM സൈബർ ഹാൻഡിലുകൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച ഒന്നാണ്. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത്
സമയത്ത് എന്തുകൊണ്ട് ഇവിടെ പോയില്ല എന്ന ചോദ്യം. പരസ്യപ്രചരണം അവസാനിക്കുന്ന തലേ ദിവസം എം സ്വരാജ് നടത്തിയ ഒരു നിർണായക നീക്കം, വി വി പ്രകാശിന്റെ കുടുംബത്തെ കണ്ടു നടത്തിയ നിർണായക നീക്കം, വൈകുന്നേരം വരെ 3 മണി വരെ വോട്ട് ചെയ്യാനെത്താത്ത വി വി പ്രകാശിന്റെ കുടുംബത്തിന്റെ ഒരു നിലപാട്, ഒരു തന്ത്രം, ഇതൊക്കെ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് UDF അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതകൾ വോട്ടായി മാറുമെന്ന് ഇടതുമുന്നണി കണക്കൂട്ടാനുള്ള ഒരു കാരണം. മറ്റൊന്ന് PV അൻവർ തന്നെയാണ്. PV അൻവർ പിടിക്കുക, ഈ CPM-ന്റെ കേഡർ വോട്ടുകൾ ഒരു കാരണവശാലും അൻവറിലേക്ക് ചോരില്ല എന്ന് CPM കണക്കുകൂട്ടുന്നു. അനുഭാവി വോട്ടുകളും ചോരില്ല. മറിച്ച് PV അൻവർ സഹായിച്ച പല കാലങ്ങളെ സഹായിച്ച, അത് MLA നിലയിലും വ്യക്തിപരമായൊക്കെ സഹായിച്ച ആളുകളുണ്ട്. അത്തരം വോട്ടുകൾ ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് വരാവുന്ന വോട്ട്, കഴിഞ്ഞ തവണ വന്ന വോട്ടുകൾ, അത് അൻവർ തിരികെ കൊണ്ടുപോകുന്നവർ കണക്ക് കൂട്ടുന്നു. അതേപോലെ തന്നെ UDF-ൽ നിന്ന് കഴിഞ്ഞ തവണ പിടിച്ച വോട്ടുകളുണ്ട്, അതും ഇത്തവണ വീണ്ടും അൻവർ പിടിക്കും. അതിനും അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് ചില നിലപാടുകൾ, മുസ്ലിം ലീഗിന് അൻവറിനോടുള്ള ആഭിമുഖ്യം, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകുന്ന വോട്ടുകൾ, അതെല്ലാം സ്വാഭാവികമായും CPM നൽകാൻ മടിക്കുന്നവർ പോലും PV അൻവർ നൽകാം. ആ വോട്ടുകൾ PV അൻവർ പിടിക്കുക. ഒരു 100 വോട്ട് PV അൻവർ പിടിച്ചാൽ 70 വോട്ടും UDF-ന്റെ ആകും. 10,000 വരെ വോട്ട് പിടിച്ചാൽ തങ്ങൾക്ക് ദോഷമുണ്ടായ UDF കണക്ക് കൂട്ടുന്നു. CPM-ന്റെ കണക്കിൽ അത് 15,000-നും മുകളിലേക്ക് പോകും. മിനിമം 20,000 വരെ വോട്ടിനടുത്തേക്ക് PV അൻവർ പിടിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് CPM-ന്റെ വോട്ടല്ല. ആദ്യത്തെ കുറച്ച് വോട്ട് മാറ്റിയാൽ പിന്നീട് CPM-ന്റെ വോട്ടുകൾ, CPM ലഭിക്കാവുന്ന വോട്ടുകൾ പോകില്ല. ആ ഒരു മെജോറിറ്റി വോട്ട് അൻവർ പിടിക്കുന്നെങ്കിൽ ആ മെജോറിറ്റി വോട്ട് പോകുന്നത് UDF-ൽ തന്നെയായിരിക്കും. ഇതൊക്കെ അനുകൂല ഘടകമാണ് എന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. അതിനൊപ്പം CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ, മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകൾ, കേഡർ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ചെറിയൊരു ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു കയറാമെന്ന് തന്നെ CPM കണക്ക് കൂട്ടുന്നു. അടിയൊഴുക്കുകൾ ശക്തമായി നടന്നിട്ടുണ്ട്. അത് UDF-ന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലടക്കം അടിയൊഴുക്ക് നടന്നിട്ടുണ്ട്. കരുളായിലും പോത്തുകലിലും അതുപോലെ കേരളയിലും പോത്തുകലിലും വലിയ ഒരു മുന്നേറ്റം ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. അമരമ്പലത്തും അവർ മോശമല്ലാത്തൊരു ലീഡ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണയൊക്കെ ഇടതുമുന്നണി ഒപ്പം നിന്നാണെങ്കിലും ചില പ്രശ്നങ്ങൾ അവിടെ സംഘടനാപരമായി, അവിടെ ഭരണപരമായി ഇടതുമുന്നണിയാണ് അവിടുത്തെ ചെയർമാൻഷിപ്പും ഭരണവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ചില മുനിസിപ്പാലിറ്റിക്കെതിരെ വികാരങ്ങളുണ്ട്. അത് കാര്യമായി ബാധിച്ചില്ലെങ്കിൽ അവിടെയും ചെറുതല്ലാത്തൊരു ഭൂരിപക്ഷം ലഭിക്കും. അങ്ങനെയെങ്കിൽ മൂത്തയിടത്തൊക്കെ UDF-ന് ലഭിക്കുന്ന, വഴിക്കടവിനുമൊക്കെ ലഭിക്കുന്ന ഭൂരിപക്ഷം മറികടക്കാം. വഴിക്കടവൊന്നും വലിയൊരു ഭൂരിപക്ഷം UDF പോകുമെന്ന് അവർ കരുതുന്നില്ല. അവിടെ അൻവർ ഒരു ഫാക്ടറായി മാറും. അങ്ങനെയെങ്കിൽ മുത്തയിടം ഉൾപ്പെടെ, വഴിക്കടവും ചുങ്കത്തറയും ഉൾപ്പെടെ UDF-ന് ലീഡ് കിട്ടാവുന്ന മണ്ഡലങ്ങളിൽ, പഞ്ചായത്തുകളിൽ ആ ലീഡ് മറികടക്കാൻ LDF-ന് കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഈ ഘട്ടത്തിലും അവർ നേരിയ ഒരു ഭൂരിപക്ഷത്തിലെങ്കിലും എം സ്വരാജ് വിജയിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ LDF-ന്റെ അവരുടെ ഒരു ഇതുവരെയുള്ള വിലയിരുത്തൽ. അന്തിമ കണക്കെടുപ്പിൽ കാര്യങ്ങൾ മാറി പോകുന്ന അറിയില്ല. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. പക്ഷേ അവിടെ ഇതിൻ്റെ ഒരു കൃത്യമായൊരു വിലയിരുത്തൽ അവിടെ തന്നെ ഉണ്ടാകും. അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. എന്തായാലും ഇടതുമുന്നണി ചെറിയ വോട്ടുകൾക്കെങ്കിലും വിജയിച്ചു കയറും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും അൻവർ സമാഹരിക്കുന്ന വോട്ടുകളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകൾ എന്നതും പ്രത്യേകതയുള്ള കാര്യമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അൻവർ എത്ര വോട്ടുകൾ പിടിക്കുമെന്ന ചോദ്യമാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നതും അതുതന്നെയാണ്, അൻവർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അൻവറിൻ്റെ വാദം പരിശോധിക്കാം. അൻവറിൻ്റെ വാദം ഇങ്ങനെയാണ്: പോത്തുകല്ല്, വഴിക്കടവ് പഞ്ചായത്തുകളിൽ വലിയ അനുകൂല ട്രെൻഡ് ഇത്തവണ ഉണ്ടായി എന്നത് അൻവറിൻ്റെ ഒരു വാദമാണ്. മണ്ഡലത്തിൻ്റെ പൊതുവായ ഇടങ്ങളിലുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ കൂടുതൽ ശക്തമായ നീക്കം നടന്നു എന്ന് അൻവർ കണക്കുകൂട്ടുന്നു. അൻവറിൻ്റെ ഒരു അവകാശവാദം ആ തരത്തിൽ തന്നെയാണ്. ഒപ്പം അൻവർ പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് 75,000-ഓളം വോട്ട് പിടിക്കും. ഇടതു വലത് മുന്നണികളിൽ നിന്നും വ്യാപകമായി തനിക്ക് അനുകൂലമായി ചോർന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് അൻവർ പ്രതീക്ഷിക്കുന്ന കാര്യം. അതുകൊണ്ട് അൻവർ ആ തരത്തിൽ തന്നെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, അൻവർ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡ് സംഭവിച്ചെങ്കിൽ ഒരുപക്ഷെ ഇടതു വലത് മുന്നണികളുടെ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നതാണ്. പക്ഷേ അത് ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലം എന്നതാണ്. കാരണം ഇരു മുന്നണികളും ഒരുപോലെ പറയുന്നു അൻവർ 10,000-ൽ പരം വോട്ടുകൾ പിടിക്കും. അങ്ങനെയെങ്കിൽ അത് ഏത് മേഖലയിൽ നിന്ന് ചോർത്തും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്ന കാര്യം. ഇനി നമ്മൾ ഈ പോളിംഗിന് ശേഷം അൻവർ ഇത് സംബന്ധിച്ച് CV അനുമോദനോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും ശ്രദ്ധേയമാണ്. കാരണം താൻ വെറും കാര്യമായ പ്രചരണമില്ലാതെ പോലും മുൻകാലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ വോട്ടുകൾ പിടിച്ചിരുന്നു എന്ന അവകാശവാദമാണ് അൻവർ ഇക്കാര്യത്തിൽ ഉന്നയിച്ചത്. നമുക്ക് വേഗത്തിൽ ആ അൻവറിൻ്റെ വാദങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ വിജയിക്കുമെന്ന്, ഇത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാൻ കഴിയും? നാട്ടിൽ കൂടെ ഒറ്റ ബൂത്തും കണ്ടിട്ടില്ല. എവിടെയാ ബൂത്തില്ലാത്തൊരു സ്ഥലം പറയൂ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവാണോ? ഈ ആളുകളൊക്കെ എല്ലാ ബൂത്തും കണ്ടല്ലോ. ആർക്ക് വേണ്ടിയാണ് താങ്കൾ ചോദിക്കുന്നത്? ഞാൻ പലയിടത്തും പോയിരുന്നു, ഞാൻ കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആളുകളൊക്കെ കണ്ടിരുന്നു തീരുമാനമാക്കിയിട്ട്
നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്ത് ഞാൻ പോയിരുന്നു, ചുങ്കത്തറയിൽ പോയിരുന്നു, കുറുമ്പാലക്കോട് പോയിരുന്നു, പോത്തുകല്ല് പോയിരുന്നു. ഒരു 100-ിലധികം ബൂത്തുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൽ പലയിടത്തും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ബൂത്തുണ്ട്. താങ്കൾക്ക് അടിയന്തരമായിട്ടൊരു തിമിര ശസ്ത്രക്രിയ നടത്തണം. അത് ചെയ്യുന്ന അത് നമുക്ക് ചെയ്യാം. ഇതില് ഈ സ്പോൺസർ ചെയ്യാം. അല്ല, ചികിത്സയുടെ കാര്യമൊക്കെ എന്തായാലും ആർക്ക് വേണമെന്നുള്ളത് ജനം തീരുമാനിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. തീരുമാനിക്കാം. എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ജയിക്കുമെന്ന് പറയാൻ കഴിയുന്നത്? അത് ജനങ്ങളുടെ തീരുമാനമല്ലേ, അവരുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമല്ലേ. ഇപ്പോൾ അനുമോദിന്റെ വീട്ടിൽ ആന 2 ദിവസം വന്നാൽ അനുമോദ് ആർക്കാ വോട്ട് ചെയ്യുക? ആനയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് വോട്ട് ചെയ്യും. നിങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതന്നെ എവിടെ നടക്കുന്നത്. LDF നിന്നാണോ UDF നിന്നാണോ അനുകൂലമായിട്ട് വോട്ട് കൂടുതൽ ലഭിക്കാൻ പോകുന്നത് പിണറായി സന്താകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. ഇവിടെ ശ്വാസം മുട്ടി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർ അടിച്ചമർത്തപ്പെട്ടവരും പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ്. അതിൽ നിന്ന് തന്നെയാണ് കൂടുതൽ വോട്ട് വരിക. 2ാം സ്ഥാനത്ത് ആരാവുന്ന ചോദ്യം വരുന്നില്ല. ഇല്ല, ആയിരിക്കതല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മൂപ്പരോട് ഞാൻ ചോദിച്ചല്ലോ, മൂപ്പര മണ്ഡലത്തിൽ പേരാമ്പ്രയിൽ മത്സരിച്ച ആളെ അദ്ദേഹത്തിന് ഓർമ്മയില്ല, എനിക്ക് പോലും ഓർമ്മയില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. തോൽക്കുന്നവൻ്റെ സ്ഥിതി അതാണ്. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അപ്പോൾ 23 തീയതിക്ക് കാത്തിരിക്കുന്നത്. പിന്നെ 100%. എന്തായാലും 3-4 ബൂത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. രജിത് കൊങ്ങാടൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അനുമോദേ, നമുക്ക് പിടികിട്ടുന്നില്ല അൻവറിനെ. തുടക്കം മുതൽ തന്നെ അൻവറിൻ്റെ നീക്കങ്ങൾ ഇങ്ങനെയാണ്. അൻവർ ചില ഭ്രാന്തമായ ചിന്തകളാണോ നടത്തുന്നതെന്ന സംശയം പോലും ചില കാര്യങ്ങളുണ്ടായി. അദ്ദേഹത്തിന് ചില പ്രസ്താവനകൾ പോലും ആ തരത്തിൽ ഉണ്ടായിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഈ പോളിംഗിന് ശേഷവും ഇത്തരമൊരു കോൺഫിഡൻസ് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ആണോ അതല്ലെങ്കിൽ ഒരു വാദത്തിൻ്റെ ഭാഗമായി അനുമോദനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളാണോ ഇത്? അല്ല, അൻവറുമായി നമ്മൾ സംസാരിച്ചത് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഇന്ന് പകൽ മുഴുവൻ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ ബൂത്തുകളിലൂടെ തന്നെയാണ് പോയിരുന്നത്. പലയിടത്തും അൻവറിൻ്റെ മെഷീനറി ഉണ്ടായിരുന്നില്ല എന്നൊരു വസ്തുത തന്നെയാണ്. അതുതന്നെയാണ് LDF-ഉം UDF-ഉം ഇവിടെ അൻവറിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിൽ ഒരു അപാകതയായിട്ട് കാണുന്നത്. ഈ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കുക, വോട്ട് ഉറപ്പാക്കുക എന്നുള്ളത് പോളിംഗ് ഏജന്റുമാരുടെയും ഒക്കെ വലിയ ഒരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അത്തരത്തിൽ എത്രയിടത്ത് അൻവറിന് പോളിംഗ് ഏജന്റുമാരുണ്ടായിരുന്നു എന്ന ചോദ്യം നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ പോളിംഗ് ഏജന്റുമാർക്ക് വോട്ട് ചെയ്യാനാകില്ലല്ലോ എന്ന മറുപടിയായിരുന്നു പറഞ്ഞത്. രണ്ടാമതാണ് നമ്മൾ ഒറ്റയ്ക്ക് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി വന്നത്. എന്നാൽ അൻവറിൻ്റെ വാദങ്ങളെല്ലാം ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഈ ഒരു ചോദ്യങ്ങളിൽ പോകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ്. അൻവറിൻ്റെ പ്രതീക്ഷ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതിലെ വഴിക്കടവ്, പോത്തുകല്ല്, അതേപോലെ അമരമ്പലം, കരുളായി മേഖലകളിലാണ്. എടക്കരയിലും അൻവർ നല്ല രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊക്കെ അൻവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ ഭൂരിപക്ഷവും വരിക LDF-ൽ നിന്നാണെന്ന് അൻവർ കണക്കൂട്ടുന്നത്. UDF-നേക്കാൾ കൂടുതൽ LDF-ൽ നിന്ന് വോട്ടുകൾ തനിക്ക് ചോരും എന്നൊരു കണക്കൂട്ടൽ അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അൻവർ 9 വർഷക്കാലം MLA ആയി നിന്ന സമയത്തെല്ലാം തന്നെ കൂടുതൽ ആത്മബന്ധം പുലർത്തിയത് LDF-ലെ പ്രവർത്തകരുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടതനുഭാവമുള്ളവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്കൊപ്പം ചേരുമെന്ന് തന്നെ അൻവർ കണക്കാക്കുന്നുണ്ട്. അൻവറിൻ്റെ മെഷീനറികളും അത്തരത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അൻവർ ഓരോ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്ന് തന്നെ അൻവറിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ ടാർഗറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അൻവർ അവകാശപ്പെടുന്നത്ര വോട്ടുകൾ നേടുമോ എന്നൊന്നും നമുക്ക് പറയാനാകില്ല. 75,000-ലേറെ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അൻവർ മുമ്പ് പറഞ്ഞ പല വാക്കുകളും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ അൻവർ അവിടെ ഇടതിനും വലതിനും കണക്കാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വോട്ട് പിടിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഒരു സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അൻവറിനെ സംബന്ധിച്ച് ഇവിടെ പ്രധാനം UDF-ലേക്കുള്ള വഴി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് അൻവർ ചെയ്യേണ്ടത് ആര്യടൻ ഷൗക്കത്തിൻ്റെ തോൽവി ഉറപ്പാക്കുക. അതേപോലെ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ തന്നെ ആ വിജയിച്ചതിനേക്കാൾ വോട്ടുകൾ അൻവർ നേടുക എന്നുള്ളതുമാണ്. ഉദാഹരണത്തിന് ആര്യടൻ ഷൗക്കത്ത് ഒരു 3000 വോട്ടിനാണ് വിജയിക്കുന്നതെങ്കിൽ അൻവർ ഒരു 18,000 വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അത് അൻവറിന് ആ തരത്തിലേക്ക് ഉപകാരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് വെച്ച് വിലപേശാനും സാധിക്കും, സമ്മർദ്ദപ്പെടുത്താനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ അൻവറിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കരുതുവാൻ. അൻവർ എത്ര വോട്ട് നേടുമെന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധ്യമല്ല. പക്ഷേ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിന് നിർണായക ശക്തി. അത് തന്നെയാണ്, തർക്കമില്ല കാര്യത്തിൽ. അരുൺ, ഈ 75,000 വോട്ട് ലഭിക്കുമെന്ന് ഒരു ആൾ അവകാശപ്പെടണമെങ്കിൽ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടണമെങ്കിൽ ആ ട്രെൻഡ് ഗ്രൗണ്ടിൽ ഉണ്ടാവണം. നമ്മളെല്ലാവരും ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അത്തരമൊരു ട്രെൻഡൊന്നും അവിടെ ഇല്ല എന്ന കാര്യം വ്യക്തമാണ്. നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് ഈ മുമ്പ് മൂവാറ്റുപുഴ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ
PC തോമസ് എന്ന വ്യക്തി ഇരു മുന്നണികൾക്കും ബദലായി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ട്രെൻഡാണ്. അദ്ദേഹം അന്ന് അവിടെ വിജയിച്ചു കയറി. പക്ഷേ അന്ന് ആ മണ്ഡലത്തിൽ പ്രകടമായിരുന്നു അതിൻ്റെ മുക്കിലും മൂലയിലും PC തോമസിന് അനുകൂലമായ ഗ്രൂപ്പുകൾ, ക്യാമ്പയിനുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. പലയിടത്ത് പോലും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്തൊരു അവസ്ഥയെങ്കിൽ അൻവറിൻ്റെ ഈ അവകാശവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അരുൺ. സഹിത്ത് PV അൻവർ കഴിഞ്ഞ 2 തവണയും വിജയിച്ചത് വളരെ കൃത്യമായി ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനം, പ്രത്യേകിച്ച് CPM-ന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. 2016 21 ഓരോ ബൂത്തിലും പ്രവർത്തകർ, ഓരോ ബൂത്തിലും കൃത്യമായ പ്രചരണ സംവിധാനങ്ങൾ എല്ലാം CPM-ന്റെ സംഘടനാ സംവിധാനം അറിയാവുന്നതാണല്ലോ. സ്വാഭാവികമായി അത്തരമൊരു സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് അൻവറിൻ്റെ ജനപ്രിയതയുണ്ട്, അൻവറിൻ്റെ വോട്ടുകൾ ശേഖരിക്കാനുള്ള, സമാഹരിക്കാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നൈസർഗികമായ ജൈവികമായ ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ ശേഖരിക്കാനുണ്ട്, അതൊക്കെ സമാഹരിക്കാനുണ്ട്. അതൊക്കെ സത്യമാണ്, അല്ല വസ്തുതയാണ്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെ വളരെ കുറച്ച് പോക്കറ്റുകളിൽ മാത്രം ചില അനുഭാവികൾ ഉള്ളതുകൊണ്ട് ഈ എല്ലാ ബൂത്തുകളിലേക്കും അനുമോദ് വളരെ കൃത്യമായ ചോദ്യമാണ്. അനുമോദ് കണ്ട കാര്യം ഞാനും കണ്ടതാണ്. പല ബൂത്തുകളിലും PV അൻവറിൻ്റെ പ്രവർത്തകരോ ഒന്നും തന്നെ ഇല്ലാത്ത അപൂർവ ചില ബൂത്തുകൾ നമ്മൾ കാണുകയും ചെയ്തു. അതും വസ്തുതയാണ്. അൻവറിന് വേണ്ടി ബൂത്തുകൾ ആളുണ്ട്, ക്യാമ്പയിന് വേണ്ടി ആൾ നിൽക്കുന്ന ബൂത്തുകൾ നമ്മൾ കണ്ടതാണ്, സ്കൂളുകൾ നമ്മൾ കണ്ടതാണ്, പോളിംഗ് സ്റ്റേഷൻ നമ്മൾ കണ്ടതാണ്. പക്ഷേ എല്ലായിടത്തും അത്രയൊരു സംവിധാനം ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ UDF-നും ഉള്ളതുപോലൊരു സംവിധാനം PV അൻവർ ഇല്ല എന്ന വസ്തുതയാണ്. അത്തരത്തിൽ സംവിധാനം ഇല്ലാത്ത ഒരാൾ 75,000 വോട്ടെന്നൊക്കെ പറയുന്നത് തികച്ചും സജിത്ത് പറഞ്ഞ വാക്കാണ് ഏറ്റവും യോജിക്കുന്നത്. ഭ്രാന്തൻ ചിന്ത എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാൻ ഒരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത ഒരു അവകാശവാദമായതിനെ കാരണം സ്വാഭാവികമായി PV വോട്ട് പിടിക്കുമായിരിക്കും. ആദ്യഘട്ടത്തിലൊക്കെ ഉള്ളതുപോലെ അല്ല PV അവസാന ഘട്ടത്തിൽ ഈ പ്രചരണരംഗത്ത് ഒരു കുതിച്ചുകയറ്റം നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ 20,000 25,000 അല്ലെങ്കിൽ പരമാവധി 30,000 വോട്ടൊക്കെ അദ്ദേഹം ഒരുപക്ഷെ കിട്ടിയേക്കാം. അതിനപ്പുറത്തേക്ക് ഈ 75,000 എന്നത് എവിടെ നിന്നാണ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹമാകാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അങ്ങനെ അൻവർ ഈ 75,000 വോട്ട് പിടിച്ചാൽ PV അൻവറിനെ ഒരുപക്ഷെ ഇനി ചോദ്യം ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ നേതാവ്, ഏറ്റവും ചുരുക്കത്തിൽ നിലമ്പൂരെങ്കിലും അങ്ങനെ ഒരു നേതാവായി അദ്ദേഹം മാറുമെന്ന് ഉറപ്പാണ്. അതിനുള്ള അത്രയധികം ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് വലിയ അത്ഭുതമായത് മാറും. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം കൊണ്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ അത്ഭുതമായി PV അൻവർ മാറും. 75,000 വോട്ടൊക്കെ അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിൽ പിടിച്ചാൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, അദ്ദേഹത്തിന് വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുണ്ട്. അത് പക്ഷേ ഇത് വലിയ കണക്കാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വിജയിച്ചു കയറും. ഇവിടെ അത് ആരുടെ വോട്ട് പിടിച്ചാണെന്നൊക്കെ പിന്നീട് കണക്കെടുപ്പിൽ വരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇടതുമുന്നണി വോട്ടുകൾ ഭൂരിപക്ഷം പിടിച്ച് അദ്ദേഹം 75,000 വോട്ട് പിടിക്കുമെന്നുള്ളതാണ്. അത് തീർത്തും ഒരു കടന്ന പ്രഖ്യാപനമായി മാത്രമേ കാണാനാകൂ, കടന്ന കൈയായി മാത്രമേ കാണാനാകൂ. അല്ലെങ്കിൽ അത് ഒരു കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അത്ഭുതമായി PV അൻവറും അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ രീതിയും മാറുമെന്ന് ഉറപ്പാണ്. യെസ്, ഏതാണ് അരുൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. അൻവറിൻ്റെ ഈ അവകാശവാദത്തിൽ കഴമ്പുണ്ടോ എന്നതാണ്. അൻവർ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ അതൊരു കേരള രാഷ്ട്രീയത്തിലെ ഒരു അത്ഭുതമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ സംഭവിക്കാനുള്ള പക്ഷേ ട്രെൻഡുകളൊന്നും ഗ്രൗണ്ടിൽ പ്രകടമായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്ന കാര്യം. വേഗത്തിൽ നമുക്ക് BJP-യുടെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് BJP-യുടെ കണക്കിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ BJP-ക്ക് ഇത്തവണ 10,000-ൽ പരം വോട്ട് പിടിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നത് ഗുണം ചെയ്തു. കാരണം നിലമ്പൂരിലൊരു രാഷ്ട്രീയ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ BJP നടത്തിയത്. മുൻകാലങ്ങളിൽ BDJS-ഉം മറ്റ് BJP സ്ഥാനാർത്ഥികളും ഒക്കെ മത്സരിച്ചെടുത്ത് ഇത്തവണ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു, മോഹൻ ജോർജ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു പുതിയ പരീക്ഷണം നടത്തി. ആ പരീക്ഷണം ഗുണം ചെയ്തു എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ ഗുണത്തിനും അപ്പുറം ഇത്തരമൊരു പരീക്ഷണം ഭാവിയിൽ കേരളത്തിലെ BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഗുണപ്പെടും. ഏതാണ് BJP-യുടെ ഈ കണക്കിൻ്റെ അടിസ്ഥാനം. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകളിലൊന്നും ഒരു ചോർച്ച വന്നിട്ടില്ല എന്ന കണക്കെടുപ്പും BJP നടത്തുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് 10,000-ൽ പരം വോട്ടുകൾ പിടിക്കുന്നു, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നത് ഗുണം ചെയ്തു, പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടില്ല. ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ BJP-ക്ക് ഇതേ രീതിയിൽ തന്നെ തുണയ്ക്കുമോ എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. 12,000-ൽ പരം വോട്ടുകൾ പിടിച്ച BJP പിന്നീട് NDA മുന്നണിയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ 8,000-ൽ പരം വോട്ടുകൾ മാത്രം നേടാനായത്. ഇത്തവണ അത് വീണ്ടും ഉയർത്തുമെന്ന അവകാശവാദമാണ് ഉള്ളത്. പക്ഷേ ആ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇടതു വലത് കേന്ദ്രങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും ആ ഒരു പ്രതിഫലനം വരുന്ന ഈ തെരഞ്ഞെടുപ്പിലുണ്ടായാൽ അത് അൻവറിന് സമാനമായ മറ്റൊരു ഫാക്ടർ കൂടിയായി മാറും. അതായത് BJP വോട്ടുകളുടെ ചോർച്ച. BJP-യുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചും ഇത് നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അരുൺ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. കാരണം BJP-ക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ രാഷ്ട്രീയ ദൗത്യമായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും സംശയിച്ച ആളാണ് BJP അധ്യക്ഷൻ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒടുവിൽ മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നു, ക്യാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചു, ഒരു ക്രിസ്ത്യൻ ക്യാൻഡിഡേറ്റിനെ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വോട്ട് ചോർച്ച ഉണ്ടായാൽ BJP-യുടെ ജയപരാജയത്തിനുമപ്പുറം അത് സ്വാഭാവികമായും നേതൃത്വത്തിനുള്ള ആ രാഷ്ട്രീയ പരീക്ഷണം കൂടിയായത് മാറുന്നു എന്നൊരു ഘടകം കൂടിയില്ലായിരുന്നു.
BJP എത്രത്തോളം ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ കണ്ടെന്ന കാര്യം സംശയമുണ്ട് സഹിത്ത്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുന്നണിയാണ് BJP. അത് ആരാണ് എന്ന കാര്യത്തിൽ BDJs വേണമോ BJP മത്സരിക്കണമോ എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കവും അനിശ്ചിതത്വവും ഒക്കെ ഉണ്ടായിരുന്നു. BDA സീറ്റെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് മാത്രം BJP സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത് പാർട്ടി അംഗമാക്കുക എന്നുള്ള തീർത്തും അപൂർവമായ ഒരു നടപടി BJPയുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ട കാര്യമില്ലെന്ന് അധ്യക്ഷൻ തുറന്നു പറഞ്ഞ ശേഷമാണ് അവർ മത്സരിക്കാൻ ഇറങ്ങിയത്. പേരിന് BJPയുടെ മത്സരിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ പ്രചരണ രീതി അതുപോലെയായിരുന്നു. എല്ലായിടത്തും അവർ എത്തിയില്ല. അവരുടെ ചില പോക്കറ്റുകൾ മാത്രം കഴിഞ്ഞ തവണത്തെ 80% വോട്ട് അവർ പിടിക്കുമോ എന്നത് പിടിച്ചാൽ അവർക്ക് അതൊരു നേട്ടമായി പറയാം. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ BJP വോട്ട് ഷെയർ ഉയർത്താൻ പോകുന്നില്ല. ജയിക്കുമെന്ന അവകാശവാദവും ഒക്കെ PV എന്നത് പറഞ്ഞേക്കാൾ മറ്റെന്തോ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അവർ എന്ന് ഉറപ്പാണ്. BJP ഒരുപക്ഷെ PV എന്നതിനേക്കാൾ കുറച്ച് വോട്ട് പിടിക്കാനാണ് സാധ്യത ഇവിടുത്തെ അവരുടെ പ്രവർത്തന രീതിയൊക്കെ കാണുമ്പോൾ. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. BJP 10,000 വോട്ടെങ്കിലും പിടിച്ചാൽ അത് വലിയ നേട്ടമായി അവർക്ക് ആഘോഷിക്കാനും കഴിയുന്നതാണ്. BJPയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ അവരുടെ സംസ്ഥാന നേതാക്കളെ ഒന്നും ഇത് അതിന് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അവരുടെ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുണ്ടാകുന്ന ഒരു വോട്ട് വിഹിതമോ അല്ലെങ്കിൽ വോട്ട് ചോർച്ചയോ ഒന്നും BJPയുടെ സംഘടനാ തലത്തിൽ അവരെ ബാധിക്കുമെന്ന് കരുതാൻ വയ്യ. യെസ്, എന്തായാലും BJPക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ അവിടെ മികച്ച പ്രകടനം നടത്താനായെങ്കിൽ അത് മികച്ച നേട്ടമാണ്. ഒപ്പം തന്നെ പുതിയ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നത് അത് സ്വാഭാവികമായും ആ തരത്തിൽ ഭാവിയിലേക്കുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഗുണപ്പെടുമോ എന്നതും തെളിയിക്കപ്പെടണം. എന്തായാലും നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞു. 23 വരെ ചുരുങ്ങിയ ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. തിങ്കളാഴ്ച നമുക്ക് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്നറിയാം. വരുന്ന 9 മാസത്തേക്ക് നിലമ്പൂരുകാർ തെരഞ്ഞെടുക്കുന്ന അവരുടെ ജനപ്രതിനിധി ആരെ എന്ന കാര്യത്തിലും വ്യക്തതയുണ്ടാവും. പക്ഷേ ഓർക്കുക, ഇത് നിലമ്പൂരിൻ്റെ മാത്രം ജനവിധിയായിരിക്കില്ല. കേരളത്തിൽ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള സെമി ഫൈനലായിരുന്നു നടന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ആ തരത്തിൽ കൂടി നിർണായകമാണ്. ആര് വീഴും ആര് വാഴും എന്ന പ്രസക്തമായ ചോദ്യം കാത്തിരിക്കുന്നു. 23 വരെ നമുക്ക് കാത്തിരിക്കാം.